ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഷിമി ഫ്രം സ്റ്റോക്ക്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ജോബ് അന്വേഷിച്ച് വരുന്നവർക്ക് ഇതൊരു ഉപകാരപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾ യു എയിൽ അലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ചിട്ട് ചിലർ അന്വേഷിക്കുന്നതായിട്ടുള്ള എൻ്റെ ഗ്രൂപ്പിൽ കണ്ടു. ഫേസ്ബുക്ക് ഗ്രൂപ്പിലും എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിലും ഞാൻ അതുമാതിരി കാണപ്പെട്ടു. സോ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അലൈൻ അബുദാബി എമിറേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ഇത് ചിലർ പറയും അലൈൻ ഒരു ഗ്രാമമാണ് എന്നതിനെ കുറിച്ചൊക്കെ പറയും. അലൈൻ ഒരു ഗ്രാമം എന്നല്ല, പക്ഷെ ഇവിടെ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വല്ലാതല്ല. ട്രാഫിക് ഉണ്ട്, മറ്റുള്ള എമിറേറ്റിനെ അത്ര കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ള എമിറേറ്റ്സിൻ്റെ അത്ര ട്രാഫിക് ഇവിടെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ വേറെ ഒരു തരത്തിൽ അലൈനെ കുറിച്ച് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അലൈനിൽ പണ്ടത്തെ കാലത്തെ, അതായത് ഇവരുടെ ഒരു ട്രഡീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിറ്റിയാണ് അലൈന്. ഇവിടെ സ്കൈലൈൻ ബിൽഡിങ്സ് നിങ്ങൾക്ക് വല്ലാതെ കാണാൻ വേണ്ടി സാധിക്കില്ല. മീൻസ് ഒരുപാട് മറ്റേ റെസിഡൻഷ്യൽ ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ മറ്റേ കൊമേഴ്ഷ്യൽ ഫ്ലാറ്റ്സ്, അത്തരത്തിലുള്ള ഒരു ബിസിനസ് ട്രേഡിംഗ് ഫ്ലാറ്റ്സ്, അത്തരത്തിലുള്ള ഒരു വലിയ വലിയ ബിൽഡിങ്സ് ഒന്നും, സ്കൈലൈൻ ബിൽഡിങ്സ് ഒന്നും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ഓൺലി ഒരു 4 മാക്സിമം ഒരു 5 നില കെട്ടിടം. ഓക്കെ, അത്രേ ഇവിടെ ഉണ്ടാവാറുള്ളൂ. അതെന്താ വെച്ചാൽ ഇവരുടെ 2 തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒന്ന് ഇവരുടെ മണ്ണിന് ഉറപ്പില്ലായിട്ടാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞേക്കാം. രണ്ടാമത് ഇവിടെ അവർ ആ ഒരു ട്രഡീഷൻ കാത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞേക്കാം. ഇനി നമ്മൾ ഇവിടുത്തെ ജോലി സാധ്യതയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അലൈനിൽ ഉള്ളത് മെജോറിറ്റി ആയിട്ട് വരുന്നത്, ഇപ്പോൾ അലൈൻ്റെ ടൗൺ ഏരിയാസ് മിക്കതും ചുറ്റിക്കാണാൻ നമുക്ക് മാക്സിമം 1 മണിക്കൂർ ഒക്കെ, 1 മണിക്കൂർ 2 മണിക്കൂർ ട്രാഫിക്, ഒരു മീഡിയം ട്രാഫിക് ഒക്കെ ആണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചുറ്റിക്കാണാവുന്നുള്ളൂ അലൈൻ്റെ ടൗൺ മൊത്തം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ അവിടേക്ക് കൊടുക്കില്ല ഡീവിയേഷൻസ് ഒക്കെ ഇവിടെ വളരെ കുറവാണ്. ഓക്കെ, നമ്മുടെ ഒരു നാട്ടിലെ ഒരു സ്ഥലം പോലെ തന്നെ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ ജോലി സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ അലൈനിൽ മിക്കതും വരുന്നത് ഇൻഡസ്ട്രിയിൽ വരുന്നത് എന്താ വെച്ചാൽ സ്കൂൾ ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, പിന്നെ ഉള്ളത് ബിസിനസ്, മറ്റേ ടെലിഫോൺ, അതായത് മൊബൈൽ ഫോൺ ഷോപ്സ്, പിന്നെ വെജിറ്റബിൾ ഷോപ്സ്, പിന്നെ ഗ്രോസറി ഷോപ്സ്, സൂപ്പർ മാർക്കറ്റ്സ്, ഇതൊക്കെയാണ് അലൈൻസിൽ മെയിനായിട്ട് വരുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ജോലി സാധ്യതകൾ. ഓക്കെ, നമുക്ക് മറ്റേ വരുന്നത്. പക്ഷേ മറ്റുള്ള എമിറേറ്റ് ലൈക്ക് അബുദാബി, ദുബായ്, ദുബായിൽ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഇതിനൊക്കെ പല നമുക്കിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ IT എഞ്ചിനീയേഴ്സ്, അങ്ങനെ ഒരുപാട് എഞ്ചിനീയേഴ്സിന് കടന്നൊക്കെ ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്നതാണ് ദുബായിയുടെ ഒരു സ്റ്റൈല്. പിന്നെ അബുദാബി തന്നെ, ദുബായ് കഴിഞ്ഞാൽ പിന്നെ അബുദാബിയുടെ സ്റ്റൈലും അത് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അലൈനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ റിമൈൻഡ് ചെയ്യാം. ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, പിന്നെ നമുക്ക് സാധാരണ ഒരു ബേസിക് നീഡ്സിന് ആവശ്യമുള്ള മൊബൈൽ ഷോപ്സ്, പിന്നെ നമ്മുടെ ഈ വെജിറ്റബിൾ മാർക്കറ്റ്, പിന്നെ ഗ്രോസറി ഷോപ്സ്, സൂപ്പർ മാർക്കറ്റ്സ്, ഇതൊക്കെ തന്നെ ഉള്ളൂ അലൈനിൽ ഉള്ളത്. അപ്പോൾ ജോലി സാധ്യതകൾ ലിമിറ്റഡ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്നിട്ട് അലൈനിൽ വന്നിട്ട് ജോലി അന്വേഷിക്കുക എന്നതിനെ കുറിച്ചിട്ട് ആരും പറ്റി കരുതരുത്. അലൈനിൽ വന്നിട്ട് ജോലി അന്വേഷിക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. റെഫറൻസ് ഉണ്ടെങ്കിൽ കയറി പറ്റാവുന്നതാണ്. ഞാൻ ബാക്കിയുള്ള ജോലി സാധ്യതകൾ, അതായത് എഞ്ചിനീയറിംഗ് ഫീൽഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ വളരെ ലിമിറ്റഡ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില കമ്പനികളുടെ ബ്രാഞ്ചസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ജോലി കിട്ടിയിട്ട് അലൈനിലോട്ട് വരികയാണെങ്കിൽ വളരെ നന്നു. കാരണം നിങ്ങൾക്ക് ഇവിടെ ഫാമിലിയെ കൊണ്ടുവന്നിട്ട് താമസിക്കുകയാണെങ്കിലും മറ്റുള്ള എമിറേറ്റ്സിന്, അതായത് ഞങ്ങൾ അബുദാബി എമിറേറ്റ്സ് ആണ്, പക്ഷേ അബുദാബി ടൗണ് അല്ലെങ്കിൽ നമ്മളെ മറ്റേ ദുബായ്, മറ്റുള്ള ഭാഗങ്ങളെ ഷാർജ, അതിനൊക്കെ വെച്ച് അപേക്ഷിക്കുമ്പോൾ ഇവിടെ റേറ്റ് താരതമ്യം കുറവാണ്. ഓക്കെ, സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ജോലി അന്വേഷിച്ച് വരുന്നവരുണ്ടെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ UAE ജോലി അന്വേഷിച്ച് വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സോ if you find this video is helpful, please share with your friends, those who are seeking for the job in UAE. So thanks for watching. See you in another video with a different subject.